വളരെ ചെറിയൊരു ശമ്പളം അല്ലെങ്കിൽ വരുമാനം ഉണ്ടായിരുന്നിട്ട് പോലും ഒരാൾക്ക് എങ്ങനെ നമ്മളുടെ ഗോളുകൾ കണ്ടുപിടിക്കാം, ആ ഗോളുകൾക്കായിട്ട് എങ്ങനെ സ്ട്രക്ചേർഡ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. നിങ്ങൾ പലരും ഇൻവെസ്റ്റ്മെൻറ്റോ സേവിങ്സോ ചെയ്യാത്തതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എനിക്ക് ശമ്പളം കുറവാണ്, എനിക്ക് വരുമാനം കുറവാണ്, അല്ലെങ്കിൽ എൻ്റെ മാസാവസാനമാകുമ്പോൾ എൻ്റെ കയ്യിൽ നീക്കിരിപ്പൊന്നുമില്ല, അതുകൊണ്ട് എല്ലാം ഒന്ന് ശരിയായിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് തുടങ്ങാം അല്ലെങ്കിൽ സേവിങ്സ് തുടങ്ങാം എന്നുള്ള ചിന്തയായിരിക്കാം. അത് വളരെ തെറ്റായിട്ടുള്ളൊരു കാഴ്ചപ്പാടാണ് എന്നുള്ളത് ഈ അടുത്ത് നമ്മളുടെ ആസ്ക് റുപ്പി മങ്ക് സർവീസിൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്ത ഒരാളുടെ ഡീറ്റെയിൽസ് വെച്ച് ഞാനൊന്ന് പറഞ്ഞു തരാനായിട്ട് നിങ്ങൾക്ക് ശ്രമിക്കാം. ചെറിയ വരുമാനമാണ് അദ്ദേഹത്തിന്. അദ്ദേഹം SSLC ഫെയിൽഡായിട്ട് ഒരു ഇലക്ട്രീഷ്യൻ ITC കോഴ്സ് കഴിഞ്ഞിട്ട് ഖത്തർ ജോലിയിൽ കയറിയതാണ്. വളരെ തുച്ഛമായ ശമ്പളമാണ്. 65,000 ഇന്ത്യൻ രൂപയോ 70,000 ഇന്ത്യൻ രൂപയോ ഒക്കെയാണ് അദ്ദേഹത്തിൻ്റെ ശമ്പളം ഉണ്ടായിരുന്നത്. എന്നിട്ടും അതിൽ നിന്ന് ഒരു തുക മിച്ചം വെച്ച് അദ്ദേഹത്തിൻ്റെ കുട്ടിയുടെ വിദ്യാഭ്യാസവും ഭാവിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ, അദ്ദേഹത്തിൻ്റെ റിട്ടയർമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ, മറ്റുള്ള ബേസിക് ആയിട്ടുള്ള ഫിനാൻഷ്യൽ കാര്യങ്ങളെല്ലാം വളരെ വൃത്തിയായിട്ട് ചെയ്യുന്ന ഒരാളുടെ കാര്യമാണ് ഇന്ന് പറഞ്ഞു തരാനായിട്ട് പോകുന്നത്. ചെറിയ ഒരു ഇൻകമാണ് നിങ്ങൾക്കുള്ളത് എന്നുണ്ടെങ്കിലും നിങ്ങളൊരു കാരണവശാലും നിങ്ങൾ ഡീമോട്ടിവേറ്റ് ആവരുത്. നിങ്ങൾ എങ്ങനെ പേഴ്സണൽ ഫിനാൻസ് മാനേജ് ചെയ്യണമെന്നുള്ളത് ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടും. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാം. ഈ ഇൻഫർമേഷൻ ഹെൽപ്ഫുൾ ആവുമെന്ന് നിങ്ങൾ കരുതുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തും കൂടെ കൊടുക്കുക. 40 വയസ്സായിട്ടുള്ള ആളാണ് നമ്മളുടെ ഈ കഥയിലെ നായകൻ. വൈഫ് ഒരു ഹൗസ് വൈഫാണ്. ഒരു മകളുണ്ട്. അവരും രണ്ടുപേരും നാട്ടിൽ, അദ്ദേഹത്തിൻ്റെ വീട്ടിൽ അദ്ദേഹത്തിൻ്റെ അച്ഛനും അമ്മയും ഈ ഭാര്യയും ഈ കുട്ടിയും കൂടിയാണ് താമസിക്കുന്നത്. അദ്ദേഹം മാത്രമാണ് വിദേശ ഇന്ത്യക്കാരനായിട്ടുള്ളത്. ആദ്യമായിട്ട് ഏതൊരാളായാലും ചെയ്യേണ്ടത് നമ്മൾക്ക് എങ്ങനെ ഒരു സേഫ്റ്റി ഉണ്ടാക്കാം എന്നുള്ളതാണ്. സേഫ്റ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 3 തരത്തിലുള്ള കാര്യങ്ങളാണുള്ളത്. നമ്മൾ ആണ് ആ ഫാമിലിയുടെ ഒരു ഇൻകം ഏർണർ എന്നുണ്ടെങ്കിൽ നമ്മളുടെ അഭാവത്തിൽ ആ ഫാമിലി എങ്ങനെ വർക്ക് ചെയ്യുന്നു, അല്ലെങ്കിൽ എങ്ങനെ ഫിനാൻഷ്യലി പ്രശ്നമില്ലാതെ മുന്നോട്ട് പോകും എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള കാര്യം ചെയ്യുന്നതിനായിട്ട് ഒരു ലൈഫ് ഇൻഷുറൻസ് പ്രോഡക്റ്റ് എടുക്കുക എന്നുള്ളതാണ്. ലൈഫ് ഇൻഷുറൻസ് പ്രോഡക്റ്റ്, ടേം ലൈഫ് ഇൻഷുറൻസ് പ്രോഡക്റ്റുകളാണ് നല്ലത് എന്നുണ്ടെങ്കിലും ഇദ്ദേഹം 10ാം ക്ലാസ് വരെ വിദ്യാഭ്യാസമുള്ള ആളായതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന് മിക്കവാറും ഒരു ടേം ലൈഫ് ഇൻഷുറൻസും കിട്ടില്ല. പക്ഷേ ഇദ്ദേഹം ജോയിൻ ചെയ്യുന്ന സമയത്ത് LICക്ക് ഒരു സ്പെഷ്യൽ പ്രോഡക്റ്റ് ഉണ്ടായിരുന്നു. LIC സരൾ ഭീമാ യോജന എന്ന് പറഞ്ഞൊരു പോളിസി ഉണ്ടായിരുന്നു. അതിൽ ആ സമയത്ത് SSLC ഉള്ള വിദേശ ഇന്ത്യക്കാർക്ക് കൃത്യമായിട്ടും ഒരു 25 ലക്ഷം രൂപ വരെയുള്ള ഒരു ഇൻഷുറൻസ് കവറേജ് കിട്ടുന്നുണ്ടായിരുന്നു. വെറും 15,000 രൂപ അദ്ദേഹം ഒരു വർഷം ഒക്കെ അടയ്ക്കുന്നുള്ളൂ എന്നാണ് എന്നോട് പറഞ്ഞത്. ആ എമൗണ്ടിന് 25 ലക്ഷം രൂപ കവറേജ് ഉണ്ടായിരുന്നു. അതായത് അദ്ദേഹത്തിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ 25 ലക്ഷം രൂപ ഭാര്യയ്ക്ക് കിട്ടും എന്നുള്ളതാണ്. അത് ആണ് ഒരു പ്രൊട്ടക്ഷൻ്റെ ആസ്പെക്റ്റ്. രണ്ടാമത്തെ പ്രൊട്ടക്ഷൻ്റെ ആസ്പെക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭാര്യയ്ക്കും കുട്ടിക്കും ഇദ്ദേഹത്തിനും കൂടെ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുക എന്നുള്ളതാണ്. ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ചികിത്സയുമായി ബന്ധപ്പെട്ട എന്ത് ചെലവുകളും ഒരു 10 ലക്ഷം രൂപ വരെയുള്ള ഒരു കവറേജുള്ള ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തു. അതേപോലെ തന്നെ പ്രായമായിട്ടുള്ള അച്ഛനും അമ്മയ്ക്കും കൂടെ വേറൊരു സെപ്പറേറ്റ് ഒരു സീനിയർ സിറ്റിസൺസ് ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുകയും ചെയ്തു. അപ്പോൾ 2 ഹെൽത്ത് ഇൻഷുറൻസും കൂടെ ഏകദേശം ഒരു 30,000 രൂപയൊക്കെ ഒരു വർഷം അടച്ചു കഴിഞ്ഞാൽ മൊത്തം ഫാമിലിക്ക് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് കവറേജ്. അതിനുശേഷം അദ്ദേഹം ചെയ്തത് എന്താണെന്ന് വെച്ചാൽ, അദ്ദേഹത്തിന് ജോലി സംബന്ധമായി എന്തെങ്കിലും പൈസയ്ക്ക് ബുദ്ധിമുട്ട് വരികയോ അല്ലെങ്കിൽ ഇൻകം കിട്ടാതെ വരുന്നൊരു സിറ്റുവേഷൻ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിലും വീട്ടിലെ കാര്യങ്ങൾ കൃത്യമായിട്ട് നടക്കുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹം എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഒരു എമർജൻസി ഫണ്ട് ഉണ്ടാക്കുകയാണ് ചെയ്തത്. എമർജൻസി ഫണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഫാമിലിയുടെ 3 മാസത്തെ ചെലവിനുള്ള പൈസ ഒരു ബാങ്ക് അക്കൗണ്ടിൽ ഫിക്സഡ് ഡെപ്പോസിറ്റ് പോലെ കീപ്പ് ചെയ്യുക എന്നുള്ളതാണ്. വളരെ സിമ്പിളായിട്ടുള്ള ഒരു രീതിയിലുള്ള ഇതാണ് ചെയ്തത്. അത് ചെറിയ വരുമാനമുള്ള ആളുകൾ എപ്പോഴും പെടുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, കാര്യങ്ങളൊക്കെ വലിയ കുഴപ്പമൊന്നുമില്ലാതെ ഓരോ മാസത്തെയും ചിലവുകളൊക്കെ മുന്നോട്ട് പോകുന്നുണ്ടാവും. എന്തെങ്കിലും ഒരു കാരണവശാൽ ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ളൊരു ചിലവ് വരും. അതോടുകൂടി മൊത്തം പരിപാടിയും തകിടം മറിയും. അത് ആ പരിപാടി നടത്തുന്നതിനായിട്ട് എന്ത് വേണ്ടി വരും? ഒരു ലോൺ എടുക്കേണ്ടി വരും, അല്ലെങ്കിൽ ഗോൾഡ് പണയം വെക്കേണ്ടി വരും. ഇതൊക്കെ വരുമ്പോൾ അതിന് പലിശ കൊടുക്കണം, അത് മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മളുടെ ബാക്കി എല്ലാ സ്വപ്നങ്ങളും അല്ലെങ്കിൽ നമ്മളുടെ എല്ലാ ഇൻവെസ്റ്റ്മെൻറ്റുകളും അതുമായിട്ട് ബന്ധപ്പെട്ട് എഫക്റ്റഡ് ആവുകയാണ് പതിവ്. അത് ഒഴിവാക്കുന്നതിനായിട്ട് അദ്ദേഹം എന്തെന്ന് ചെയ്തതെന്ന് വെച്ചാൽ, അദ്ദേഹത്തിന് 3 മാസം അദ്ദേഹത്തിന് വേണ്ടി വരുന്നൊരു ചെലവ് എമർജൻസി ഫണ്ട് എന്നുള്ള രീതിയിൽ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇടുകയാണ് ചെയ്തത്. 45,000 രൂപയോളം ഒക്കെ ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട് വേണ്ടി വരുന്നുണ്ട്. അത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 3,000-3,500 രൂപ ആ ഇൻഷുറൻസ് സംബന്ധിയായിട്ട് നീക്കി വെക്കേണ്ടി വരാറുണ്ട്. ബാക്കി ഒരു 10,000 രൂപ അദ്ദേഹത്തിൻ്റെ അവിടുത്തെ എക്സ്പെൻസിന് വേണ്ടി ചിലവാക്കാറുണ്ട്. ഒരു 20,000 രൂപയോളം നാട്ടിലേക്ക് അയക്കുകയും ചെയ്യാറുണ്ട്. 33,500 രൂപ മാത്രമേ അദ്ദേഹത്തിന് ആകെ ഈ കാര്യങ്ങൾക്ക് ചിലവായിട്ട് വരുന്നുള്ളൂ. ബാക്കി ഒരു 30,000 രൂപയോളം അദ്ദേഹത്തിന് സേവിങ്സിനും ഇൻവെസ്റ്റ്മെൻറ്റിനും ഉപയോഗിക്കാനായിട്ട് പറ്റുന്നുണ്ടെന്നാണ്. വെറും 65,000 രൂപയുള്ള ഒരാൾക്ക് 30,000 രൂപ സേവ് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സാലറിക്ക് അനുസരിച്ച് നിങ്ങൾക്ക് എന്തുമാത്രം സേവ് ചെയ്യാൻ പറ്റും?
എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾക്ക് 1,00,000 രൂപ ശമ്പളമുള്ള ഒരാളാണെങ്കിൽ മിനിമം ഒരു 20,000 25,000 രൂപ മുതൽ 50,000 രൂപ വരെയുള്ള ഒരു റേഞ്ചിലുള്ള പണം നിങ്ങൾ സേവ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. അദ്ദേഹത്തിൻ്റെ പോലെ ഒരു എക്സ്ട്രീം സേവർ ആയില്ലെങ്കിലും ഒരു സാധാരണ സേവർ ആയാൽ മാത്രമേ നമുക്ക് ഈ കാലത്ത് മുന്നോട്ട് പോകാനായിട്ട് പറ്റുള്ളൂ എന്നുള്ളത്. അദ്ദേഹത്തിൻ്റെ ഒരു ഫിനാൻഷ്യൽ ലക്ഷ്യങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തൊക്കെയായിരുന്നു? അദ്ദേഹത്തിൻ്റെ കുട്ടിയുടെ വിദ്യാഭ്യാസം, അദ്ദേഹത്തിൻ്റെ റിട്ടയർമെൻറ്റ്, ഈ 2 കാര്യങ്ങളാണ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനായിട്ട് സുകന്യ സമൃദ്ധി യോജന എന്ന് പറഞ്ഞിട്ടുള്ള പോസ്റ്റ് ഓഫീസ് ബേസ് ചെയ്തിട്ടുള്ള ഒരു സ്കീമിൽ ഓരോ മാസവും 5,000 രൂപ വെച്ച് അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. സുകന്യ സമൃദ്ധി യോജന 15 വർഷത്തേക്ക് നിക്ഷേപിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഇപ്പോഴത്തെ ഒരു ഇൻട്രസ്റ്റ് റേറ്റ് ആയിട്ടുള്ള 8.2% കോമ്പൗണ്ടിങ് രീതിയിൽ കിട്ടുകയാണ് എന്നുണ്ടെങ്കിൽ അത് ഏകദേശം ഒരു 25 ലക്ഷത്തിന് മേളിൽ അദ്ദേഹത്തിന് കിട്ടാനുള്ള സാധ്യതയുണ്ട്. അതേപോലെ തന്നെ മറ്റൊരു കാര്യം അദ്ദേഹം ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു 5,000 രൂപ അദ്ദേഹം ഒരു ഇക്വിറ്റി ലിങ്ക്ഡ് ആയിട്ടുള്ള സേവിങ് സ്കീമിലും കൂടെ നിക്ഷേപിക്കുന്നുണ്ട്. അത് ഏകദേശം ഒരു 12% വർധനവ് വരികയാണെന്നുണ്ടെങ്കിൽ ഒരു 28 ലക്ഷം രൂപയോളം ഒക്കെ അതിൽ നിന്നും അദ്ദേഹത്തിന് കിട്ടും. അതായത് ഇത് രണ്ടും കൂടെ ഒരു 50 ലക്ഷത്തിന് മേളിലുള്ളൊരു തുക അദ്ദേഹത്തിൻ്റെ കുട്ടിയുടെ വിദ്യാഭ്യാസത്തിനും ഭാവിയുള്ള കാര്യങ്ങൾക്കുമായിട്ട് ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളതാണ് അദ്ദേഹം കുട്ടികളുടെ വിദ്യാഭ്യാസം എന്ന് പറയുന്ന ഗോളിനായിട്ട് ചെയ്യുന്നത്. വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ് ഇത്. ഏത് കൊച്ചുകുട്ടിക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇതുവരെയും ഇൻവെസ്റ്റ്മെൻറ്റുകളൊന്നും തുടങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഇൻവെസ്റ്റ്മെൻറ്റുകളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒന്ന് മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കണം. രണ്ടാമത്തെയും അവസാനത്തെയും ഗോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ റിട്ടയർമെൻറ്റുമായി ബന്ധപ്പെട്ടുള്ള ഗോളാണ്. അതിനു വേണ്ടിയിട്ട് അദ്ദേഹം ഒരു 10,000 രൂപ ഒരു മിഡ് ക്യാപ് മ്യൂച്വൽ ഫണ്ടിലും 5,000 രൂപ ഒരു ഫ്ലെക്സി ക്യാപ് മ്യൂച്വൽ ഫണ്ടിലും നിക്ഷേപിക്കുകയാണ് ചെയ്യുന്നത്. ഇതിൽ നിന്നുള്ള ഒരു വരുമാനം നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഒരു 13% ഒക്കെ ഒരു ആനുവൽ ഗ്രോത്ത് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഒരു 90 ലക്ഷത്തിനും 1 കോടിക്കും ഇടയ്ക്കുള്ള ഒരു തുക അദ്ദേഹത്തിന് കിട്ടാൻ സാധ്യതയുണ്ടെന്നാണ്. 1 കോടി രൂപ അദ്ദേഹത്തിന് ഒരു 10-15 വർഷത്തിന് ശേഷം 1 കോടി രൂപ കിട്ടുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ ഒരു തെറ്റില്ലാത്ത ഒരു കോർപ്പസായി, അത്ര മികച്ച കോർപ്പസ് എന്നൊന്നും പറയാൻ പറ്റില്ല എങ്കിലും അത്യാവശ്യം തെറ്റില്ലാത്തൊരു കോർപ്പസായി എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഈ കുട്ടികളുടെ വിദ്യാഭ്യാസം, റിട്ടയർമെൻറ്റ് പോലുള്ള കാര്യങ്ങൾ വളരെ എഫക്റ്റീവായിട്ട് ഇത്രയും ചെറിയ വരുമാനം ഉണ്ടായിട്ട് പോലും ചെയ്യുന്ന ഒരാൾ, അതുപോലുള്ള ധാരാളം ആളുകളുള്ളൊരു നാടാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എത്രയും കുറഞ്ഞ നിങ്ങളുടെ ഇൻകം ആയാലും നിങ്ങൾ ചെറിയൊരു തുകയെങ്കിലും സേവ് ചെയ്യും, ഇൻവെസ്റ്റ് ചെയ്യും വഴി നിങ്ങളുടെ ഭാവി കാര്യങ്ങൾക്കായിട്ട് ഉള്ള കാര്യങ്ങൾ ചെയ്യണമെന്നുള്ള ഒരു ആവശ്യത്തോടു കൂടി ഈ വീഡിയോ അവസാനിപ്പിക്കണം. പക്ഷേ നിങ്ങൾക്ക് ഇതുപോലെ നിങ്ങളുടെ പേഴ്സണൽ ഫിനാൻസ് കാര്യങ്ങൾ പ്ലാൻ ചെയ്യാനായിട്ട് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ആസ്ക് റുപ്പി മങ്ക് സർവീസുകൾ യൂസ് ചെയ്യാം. 8848030018 എന്ന് പറഞ്ഞിട്ടുള്ള വാട്സാപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനുള്ള ഡയറക്ഷൻ കിട്ടും. ഇതുമായിട്ട് ബന്ധപ്പെട്ട 2 വീഡിയോകളാണ് ഇവിടെ കാണുന്നത്. അത് കണ്ടുകൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാം. വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും കൂട്ടുകാരും ഷെയർ ചെയ്യാനും മറക്കരുത്.